നമസ്കാരം. ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. പുതിയ ആക്രമണത്തിൽ 90-ലധികം ഇറാനിയൻ കേന്ദ്രങ്ങൾ തകർത്തതായി US സൈന്യം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന്റെ തീരപ്രദേശങ്ങളിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സംഭരണശാലകൾ, നാവികശേഷികൾ, സൈനിക ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവയാണ് പുതിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത്. ഇന്നലെ 80 കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയിരുന്നു. അതേസമയം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടായാൽ US സൈനിക കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം വ്യാപിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾക്കും US ആക്രമണങ്ങൾക്കും പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ്. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിനും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയുടെ സൈനിക സമ്മർദ്ദങ്ങൾക്കും അധിനിവേശ നീക്കങ്ങൾക്കും തക്കതായ മറുപടി നൽകുമെന്നും ഇറാന് നേരെ ആക്രമണമുണ്ടായാൽ അമേരിക്ക കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതത്തെക്കുറിച്ചുള്ള അമേരിക്കൻ നിലപാടുകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കൻ ഭീഷണികളിലൂടെയല്ല, മറിച്ച് ഇറാനിയൻ ക്രമീകരണങ്ങളിലൂടെ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനാവശ്യമായ ഇടപെടലുകളിലൂടെയും യുദ്ധക്കൊതിയിലൂടെയും അമേരിക്ക സ്വന്തം നാശം ക്ഷണിച്ചു വരുത്തുകയാണെന്നും ഗാലിബാഫ് പരിഹസിച്ചു. അർത്ഥശൂന്യമായ കൈകാലിട്ടടിക്കുന്നത് നിർത്തുക, അല്ലാത്തപക്ഷം നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോകുമെന്നും ഗാലിബാഫ് കൂട്ടിച്ചേർത്തു. സിറിയയെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു. സിറിയൻ ഭരണാധികാരി അഹമ്മദ് അൽ ഷാറയ്ക്ക് അയച്ച കത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സിറിയയുടെ പുനർനിർമ്മാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുമെന്നും US കമ്പനികൾ സിറിയയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്നും ട്രംപ് കത്തിൽ പറയുന്നു. ബുധനാഴ്ച അങ്കാറയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ കത്ത് കൈമാറിയത്. ട്രംപിന്റെ ഈ നീക്കത്തെ US കോൺഗ്രസ് 45 ദിവസം അവലോകനം ചെയ്യും. ഭീകരവിരുദ്ധ പട്ടികയിൽ നിന്ന് മാറുന്നതോടെ സിറിയയുടെ മേലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക പ്രതിരോധ വിലക്കുകൾ നീങ്ങും. ഇത് സിറിയയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്ന് സിറിയൻ സെൻട്രൽ ബാങ്ക് ഗവർണർ സഫ്വത്ത് റസ്ലാൻ പ്രതികരിച്ചു. സിറിയയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും പദ്ധതിയിടുന്നുണ്ട്. റഷ്യയുടെ കടുത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈന് കരുത്തേകി പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമായ പാട്രിയറ്റ് മിസൈലുകൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള നിർമ്മാണ അനുമതി യുക്രൈന് നൽകുമെന്ന് ട്രംപ് അറിയിച്ചു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. പാട്രിയറ്റ് മിസൈലുകൾ നിർമ്മിക്കാനുള്ള അനുമതി ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. സാങ്കേതികവിദ്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ യുക്രൈൻ ഇവ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, റേദിയോൺ എന്നിവരുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിലും ആത്യന്തികമായി കാര്യങ്ങൾ സുഗമമായി നടക്കുമെന്നും അമേരിക്കയ്ക്ക് ഈ കമ്പനികളിൽ വലിയ സ്വാധീനമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഷാർജയിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോകുന്നതിനിടെ കാണാതായ ചരക്ക് വിമാനം തകർന്നു വീണതായി സ്ഥിരീകരണം. വിമാനത്തിൽ ഉണ്ടായിരുന്ന 5 പേർ മരിച്ചു. അറബിക്കടലിൽ കറാച്ചി തീരത്തിന് സമീപത്തായാണ് വിമാനം തകർന്നു വീണതെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. ബോയിങ് 737 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിമാനം അറബിക്കടലിൽ തകർന്നു വീണെന്ന് സ്ഥിരീകരിച്ചത്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. നാവിഗേഷൻ സംവിധാനത്തിൽ തകരാറുള്ളതായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിംഗ് അറിയിച്ചിരുന്നു. വിമാനത്തെ സഹായിക്കാൻ കൺട്രോളർമാർ ശ്രമിച്ചെങ്കിലും 9:21 റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായി. കറാച്ചിയിൽ നിന്ന് ഏകദേശം 287 കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ചാണ് വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത്. വിമാനം അസ്വാഭാവികമായ രീതിയിൽ പെട്ടെന്ന് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കടൽ നിരപ്പിൽ നിന്ന് 1100 അടി ഉയരത്തിൽ വെച്ച് അവസാന സിഗ്നൽ ലഭിക്കുമ്പോൾ മിനിറ്റിൽ 22,400 അടി എന്ന വേഗതയിലാണ് വിമാനം താഴേക്ക് പോയിരുന്നത്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.